ഞാൻ 2019 ഒക്ടോബർ 16 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെയും മക്കൾക്ക് വേണ്ടിയായിരുന്നു. അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2016 അവൻ്റെ വിവാഹം കഴിഞ്ഞതായിരുന്നു. 2018 2021 ഈ മകൾ ഗർഭിണിയായി. 4 മാസം ആകുമ്പോൾ അത് നഷ്ടപ്പെടുകയായിരുന്നു. 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഗർഭിണിയായതും 4-ാം മാസം നഷ്ടമായപ്പോൾ എനിക്ക് ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ഒരു വൈമനസ്യം തോന്നിയായിരുന്നു. അതിന് ഞാൻ ക്ഷമാപണം പറയുന്നു. പിന്നെ 2 വർഷം ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. 2022 ഏപ്രിലിൽ പിന്നെയും ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. 2022 ഒക്ടോബർ മാസത്തിൽ ജപമാല റാലിയിൽ പങ്കെടുത്തു. ആ മാസം ഞാനിവരെ വിളിച്ചപ്പോൾ അവർക്ക് വിശേഷമൊന്നും ആയിട്ടില്ലായിരുന്നു. നവംബറിൽ ഇവരെന്നെ വിളിച്ച് പറഞ്ഞു കൺസീവായെന്ന്. ആ കുഞ്ഞിനെ അതുകൊണ്ട് 2023 ജനുവരിയിൽ അവരെ നാട്ടിലേക്ക് വിളിക്കുകയും അവൾക്ക് ഗർഭാശയത്തിന് ഒരല്പം പ്രശ്നമുണ്ടായിരുന്നുകൊണ്ട് സ്റ്റിച്ചിട്ട് ഹോസ്പിറ്റലിലാകുകയും ചെയ്തു. അങ്ങനെ 7 മാസം കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുന്ന് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തിരുന്നു. അവൾ അത് പുരട്ടി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുകയും കൃത്യമായി ചെയ്തിരുന്നു. ഞാനും സുവിശേഷ വേലയും പത്രവിതരണവും പിന്നെ അനാഥാലയത്തിൽ 19 പേർക്കുള്ള ആഹാരം കൊണ്ടു കൊടുക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. 2023 ജൂലൈ 8 യാതൊരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് സമ്മാനിച്ചു. ആ നന്ദി പറയാനാണ് ഞാൻ ആദ്യമായി ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. പിന്നെ 2ാമത്തെ നിയോഗം ഞങ്ങൾക്ക് ഒരിക്കലും മേടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കാത്ത ഒരു വസ്തു ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ. ആ വസ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് ആ വസ്തു ഞങ്ങൾക്ക് മേടിക്കാൻ സാധിച്ചത്. പിന്നെ അനവധിയായ ഇതിലെല്ലാം ഉപരിയായിട്ട് 2ാമത്തെ അബോർഷൻ്റെ സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ ICUവിൽ ഞാനായിരുന്നു നിന്നിരുന്നത്. എനിക്ക് ഒരു 35 വർഷമായിട്ടൊരു ശ്വാസമുട്ടലിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇൻഹേലറൊന്നും കൂടാതെയാണ് ആസ്പത്രിയിൽ ചെന്നത്. അപ്പോഴാണ് അവിടെ അഡ്മിറ്റ് ആകേണ്ടി വന്ന് ICUവിൽ ഞാൻ കൂട്ടുനിന്നപ്പോൾ എൻ്റെ ശ്വാസമുട്ടലിനെ പറ്റിയൊന്നും ഞാൻ ഓർത്തിരുന്നില്ല. കുഞ്ഞിനെ നഷ്ടപ്പെടുകയും കൂടെ ചെയ്തപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഞാൻ വീട്ടിൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഇൻഹേലർ വലിക്കുന്ന കാര്യം മറന്നുപോയല്ലോ എന്നോർത്തത്. അപ്പോഴാണ് എൻ്റെ ശ്വാസം മുട്ടൽ പിന്നെ എനിക്ക് ഉണ്ടായില്ലല്ലോ എന്നോർത്തത്. അങ്ങനെ 35 വർഷം എൻ്റെ ഈ മകനുണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായതായിരുന്നു എനിക്ക് ആ ശ്വാസം മുട്ടൽ. അത് പൂർണ്ണമായി എന്നിൽ നിന്ന് അകന്നുപോയി. അതിന് ഞാൻ അമ്മയോടും ഈ ആലയത്തോടും നന്ദി പറയുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ സഹായിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ അനുഗ്രഹിക്കും, അഹ്റോൻ്റെ ഭവനത്തെ ആശീർവദിക്കും. സങ്കീർത്തനം 115:12 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവ് എങ്ങനെയാണ് പിന്നീട് ഈ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, തൻ്റെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആ ഒരു ദുഃഖം, കുഞ്ഞുങ്ങൾ കൺസീവ് ആകുന്നു, എന്നാൽ മിസ്കാരിയേജ് ആകുന്നു, പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതായും തൻ്റെ ജീവിതത്തിൽ താൻ ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു 35 വർഷമായിട്ട്, അതിനൊക്കെ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നു. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ കൃപകളും അതിനോടെല്ലാം ഉപരിയായി കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യാനുള്ള ആ ഒരു തീഷ്ണതയും ദൈവം തങ്ങളെ തൊട്ടറിഞ്ഞ നിമിഷങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിൽ ഈ കുഞ്ഞിനെ ലഭിച്ചത് എന്ന് ഈ മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ക്ലിൻ്റൺ എന്നാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ OET പാസ്സായ ശേഷം അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം കിട്ടിയ ഇൻ്റർവ്യൂവിന് ATWS എന്ന് പറയും, അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പായിട്ട് അതിനുവേണ്ടി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് ഏകദേശം ഒരു 4-5 പ്രാവശ്യം റിജക്ഷൻ വന്നു. റിജക്ഷൻ പറഞ്ഞ വിശ്വസിക്കാമെന്ന് അറിയില്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ സബ്മിറ്റ് ചെയ്തതിൽ മാറ്റം വന്ന് ATWS റിജക്ഷൻ ആകുകയുണ്ടായി. അതിനുശേഷം ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട് ആലപ്പുഴയാണ്, എടത്തുവയാണ് വീട്. അപ്പോൾ അതിൻ്റെ യാത്രയുടെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കൃപാസനത്തിൽ കയറുകയും
ഇവിടെ കൃപാസനത്തിൽ കയറി വെറുതെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഉടമ്പടി എടുക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുകയും ഞാൻ അവിടെ വൈഫിൻ്റെ വീട്ടിലെത്തി ആ ലാസ്റ്റ് സമയം സബ്മിറ്റ് ചെയ്ത ATWS അത് വിത്തിൻ 6 ഡേയ്സിൽ എനിക്ക് അപ്രൂവൽ വരികയും ചെയ്തു. ആ അപ്രൂവൽ സംഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ ഏജൻറ്റ് എന്നോട് പറഞ്ഞത് ഇത് അവസാനത്തെ സബ്മിഷനാണ്, ഇനി സബ്മിഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം കോൺട്രാക്റ്റ് അവർ തരില്ല. ആ കോൺട്രാക്റ്റ് ഇനി തന്നില്ലെങ്കിൽ എനിക്ക് ആ ജോലി പോയി, വേറെ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അവസാനത്തെ ഇതായിരുന്നു. അപ്പോൾ ATWS എനിക്ക് കിട്ടി. അത്ഭുതകരമായിട്ട് 6 ദിവസത്തിനുള്ളിൽ എനിക്ക് അത് സംഭവിച്ചു. ഫസ്റ്റ് കാര്യമായിരുന്നു അത്. ഞാൻ രണ്ടാമത് ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് വിസയ്ക്ക് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് കൊടുത്ത് ടിക്കറ്റൊക്കെ കിട്ടി. ടിക്കറ്റ് ചെയ്യുന്ന യാത്രയുടെ ഇടയിൽ രാത്രി ആയപ്പോൾ വലത്തെ കണ്ണിന് ഭയങ്കര ചുവപ്പ്, അതുപോലെ കണ്ണിന് വേദന. സാധാരണ അയർലൻഡ് UK ഇമിഗ്രേഷനിൽ എന്തെങ്കിലും കണ്ണിന് ചുവപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, അവരവിടുന്ന് തിരിച്ച് കയറ്റി വിടും. എനിക്ക് ഏതോ ഭാഗ്യത്തിന് എന്നെ അവിടെ നിന്ന് കടത്തി വിട്ടു. കണ്ണിന് കേടായിരുന്നു, ആക്ച്വലി വലത്തെ കണ്ണിന് കണ്ണിക്കേട് വന്നു. പക്ഷേ അടുത്ത അത്ഭുതകരമായ കാര്യം വിത്തിൻ 2 ഡേയ്സ് ആ കണ്ണിക്കേട് മാറി എന്നുള്ളതാണ്. അതിനുശേഷം അയർലൻഡിൻ്റെ എക്സാം, ആപ്റ്റിറ്റ്യൂഡ് എക്സാം എങ്ങനെയാണ് 14 സ്റ്റേഷനുണ്ട്, അത് ഞാൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം കോൺഫിഡൻറ്റ് കുറവാണ്. കാരണം 14 സ്റ്റേഷനൊക്കെ എന്ന് പറയാൻ അറിയാം, അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാം. 14 സ്റ്റേഷൻ അറ്റൻഡ് ചെയ്ത ശേഷം ഞാൻ ഉറപ്പിച്ചു അത് എന്തായാലും 3-4 സ്റ്റേഷൻ പോയി. കാരണം 1-2 സ്റ്റേഷൻ എന്തായാലും തര തിരിച്ചാണ് ഞാൻ ചെയ്തത്. റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. ആ റിസൾട്ട് 14 സ്റ്റേഷനും ഒറ്റയടിക്ക് ക്ലിയറായി. ഈ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്ത് തടസ്സങ്ങൾ വന്നാലും അത് ഒരിക്കലും നമ്മളെ അത് ബാധിക്കില്ല, നമ്മളത് ഉറപ്പായിട്ട് എത്തിക്കുന്ന അതോടെ എനിക്ക് മനസ്സിലായി. അത്ര ശക്തിയുണ്ടെന്ന് എനിക്ക് ആ ഉടമ്പടിയിൽ മനസ്സിലായി. അതിനുശേഷം ജോലിക്ക് കയറി അടുത്ത പ്രശ്നം വന്ന എല്ലാവർക്കും അവിടെ ഒരു പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ക്രിട്ടിക്കൽ പെർമിറ്റ്. ആ പെർമിറ്റ് എല്ലാവർക്കും അപ്രൂവൽ. ഈ കഴിഞ്ഞ ATWSൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവർക്കും അപ്രൂവലായി. എനിക്ക് 4ാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത്. അതുപോലെ ഈ പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവം അത് കിട്ടണമെങ്കിൽ ആ സമയത്തൊരു മാറ്റം വന്നു, സാലറിയുടെ സ്കെയിലിൽ മാറ്റം വന്നു. അപ്പോൾ എൻ്റെ പെർമിറ്റിൽ പഴയ സാലറി സ്കെയിലായിരുന്നു. പക്ഷേ അതേ പെർമിറ്റ് സബ്മിറ്റ് ചെയ്തവർക്കൊക്കെ കിട്ടുകയും എൻ്റെ റിജക്ഷൻ ആവുകയും ചെയ്തു. പക്ഷേ ആ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ടാമത് സബ്മിറ്റ് ചെയ്ത് ഉടനടി അത് അത്ഭുതകരമായിട്ട് എനിക്ക് പെർമിറ്റ് കിട്ടുകയും പിന്നെ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായ ഈ അനുഭവമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പ്രേരിതമായത്. പിന്നെ എനിക്കുണ്ടായ അത്ഭുതങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന രീതിയിൽ പലരും ഈ എക്സാം അറ്റൻഡ് ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഒന്നിലധികം പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാതിരിക്കുകയും പിന്നീട് അവർക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ കൃപാസനത്തിലൂടെ പ്രാർത്ഥിക്കുക, കറക്റ്റായിട്ട് കൃപാസന പ്രാർത്ഥന എത്തിക്കുക എന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. പിന്നെ എനിക്ക് സഹായം ചെയ്യാൻ പറ്റിയ 1-2 എൻ്റെ കൊളീഗ്സിൻ്റെ ഒരു കൊച്ചിനും ഒരു കൊളീഗിനും എനിക്ക് എന്നാലാവുന്ന സഹായം ക്യാൻസറിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്കൊരു ജോലി ക്രമപ്പെടുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ള സാക്ഷ്യമാണ്. അപ്പം ആഗ്രഹിച്ചൊരിടത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ദൈവം പരിശുദ്ധ അമ്മയുടെ മേൽ ക്രമീകരിച്ചു എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ ലഭിച്ചൊരു ബോധ്യമാണ് സാക്ഷ്യത്തിൽ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും വിദേശത്ത് പോകുന്നു, ദൈവത്തെ വിളിക്കാത്തവരും വിദേശത്ത് പോകുന്നുണ്ട്. ഇതിൽ വിദേശത്ത് പോകുന്നു എന്നുള്ളതല്ല ഒരു ദൈവിക അനുഭവം എന്ന് പറയുന്നത്. ആ പോകുവാനായിട്ടൊരു വ്യക്തി തൻ്റെ പ്രാർത്ഥന കൊണ്ട് ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പരീക്ഷയാണെങ്കിലും അല്ലെങ്കിൽ ഒരു യാത്രയാണെങ്കിലും എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് ലഭിച്ചൊരു ബോധ്യം ഒരു സാക്ഷ്യത്തിലൊരു സെൻറ്റൻസായിട്ട് പറയുന്നത്, അത് ഉടമ്പടിയിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോൾ ഉടമ്പടി ഒരു ശക്തിയാണ്. അത് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ആവശ്യമായതെല്ലാം ക്രമീകരിച്ച് തരും. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മതി എന്നുള്ളൊരു ബോധ്യം ഇദ്ദേഹത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഉടമ്പടി എന്ന വാക്ക് ദൈവവുമായിട്ടുള്ള വാക്കാണ്. ദൈവവും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, അതൊരു ശക്തിയാണ്. അത് നമ്മൾ വിശ്വസ്തയോടുകൂടി നമ്മുടെ വ്യക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന നിലനിൽക്കുമ്പം അത് ദൈവം നമ്മളെ സഹായിക്കുന്നുള്ളത് ഒരു ബോധ്യപ്പെടുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തെയാണ്. അപ്പം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ നിയോഗങ്ങളായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവം ആ നിയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദൈവ സാന്നിധ്യം തെളിയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവം കൂടെയുണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു 6 നിയോഗങ്ങളും ഒപ്പം വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ മാത്രം പോരാ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു നിലപാടാണ് ഉടമ്പടിയുടെ വ്യക്തമാണ്. നീ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചവനല്ല, അവൻ്റെ ഹിതം നിറവേറ്റിയാലാണ് സ്വർഗത്തിൽ നിനക്ക് ഏറ്റത്തുള്ളൂ എന്ന് കർത്താവ് നിലപാട് വ്യക്തമാക്കിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. താലന്തുകളുടെ ഉപമ എല്ലാത്തിലും നമ്മൾ അങ്ങനെ ആ കണ്ണോടുകൂടി വായിക്കുമ്പം കർത്താവിൻ്റെ നിലപാടുകൾ വളരെ സ്പഷ്ടവും കാർക്കശ്യവും ഉള്ളതാണ്. നിങ്ങളെന്നെ ഏറ്റുപറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയത്തില്ല,
നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കത്തില്ലെന്ന് തന്നെയാണ് ദൈവം പറയണത്. അപ്പം മാനസാന്തരത്തിൽ മാത്രമാണ് പിന്നെ ഒരു കാരുണ്യത്തിൻ്റെ അവസരമുള്ളത്. അപ്പോൾ ഈ ഒരു ബോധ്യം ഉടമ്പടിയിൽ കർത്താവ് അത് ഒരുപാട് സ്ഥിരീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവനാമത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർക്കും ദൈവനാമത്തിൽ സഞ്ചരിക്കുന്നവർക്കുമൊക്കെ ഈ ഒരു ഉടമ്പടിയിലേക്ക് ഒരു വലിയൊരു ആകർഷണവും അനുഭവം നൽകി ഇന്ന് ഒരുപാട് പേര് ഈ ഒരു പ്രാർത്ഥനയിൽ കടന്നു വരാൻ കാര്യമെന്ന് പറയുന്നത് ദൈവം ഇതിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. പേരെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്ക് ലഭിച്ച ആ ദൈവാനുഭവത്തെയും മറ്റെല്ലാ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.